ഷപ്ന ഇപ്പോൾ പറഞ്ഞതുപോലെ ഇനി ഈ കേസിലെ തുടർ നടപടികൾ അതിനുള്ള സാധ്യത എങ്ങനെയൊക്കെയാണ് ഷപ്ന? സേതു, ഇതിൽ നിയമ പോരാട്ടം തുടരും എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. കാരണം 8 വർഷം നീണ്ട കോടതി നടപടികൾക്ക് അവസാനമാകുന്നില്ല എന്നാണ് നമ്മൾ ഈ വിധി വരുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ഈ കേസിൽ ദിലീപ് ഈ വിധി വന്നതിന് ശേഷം 8ാം പ്രതിയായ ദിലീപിനെ വെറുതെ വിട്ടതിന് ശേഷം പുറത്തിറങ്ങുമ്പോൾ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു. തനിക്കെതിരെ ഗൂഢാലോചന നടന്നു, മുൻ ഭാര്യ അടക്കമുള്ളവരുടെ ഗൂഢാലോചനയാണ് ഉണ്ടായിട്ടുള്ളത്, ആ രീതിയിൽ നിയമപരമായി തന്നെ മുന്നോട്ട് പോകും എന്ന സൂചന ദിലീപിൻ്റെ ആദ്യ വാക്കുകളിൽ ആദ്യ പ്രതികരണത്തിലുണ്ടായിരുന്നു. പിന്നീട് ഈ ദിലീപിൻ്റെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ബി രാമൻപിള്ള സമാനമായ ആരോപണം ഉന്നയിച്ചു. IG ബി സന്ധ്യ ഉൾപ്പെടെയുള്ളവർ ഗൂഢാലോചന നടത്തിയാണ് ഈ കേസിൽ ദിലീപിനെ കുടുക്കിയത്. വലിയ ഗൂഢാലോചന നടന്നു. അതുകൊണ്ട് തന്നെ നിയമപരമായി ഇനി ഈ വിധിയുടെ പകർപ്പ് ലഭിച്ചാൽ നേരിടും എന്നായിരുന്നു ഇവരുടെ തീരുമാനം. ആ രീതിയിൽ മുന്നോട്ട് പോകാനാണ് ദിലീപിൻ്റെ അഭിഭാഷകരെയും ദിലീപിൻ്റെയും തീരുമാനം എന്ന് വ്യക്തമായി കഴിഞ്ഞു. എന്നാൽ പ്രോസിക്യൂഷൻ ഇതിന് പറയുന്നത് പ്രതിയുടെ അഭിഭാഷകനും പ്രതികളും ചേർന്ന് ഗൂഢാലോചന നടത്തി മറ്റൊരു ഗൂഢാലോചന ആരോപിക്കുകയാണ്. ഗൂഢാലോചന നടത്തി തെളിവുകൾ നശിപ്പിച്ചു. ഈ കേസിലെ പ്രധാന തെളിവായ ചില മൊബൈൽ ഫോണുകൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ ചില സന്ദേശങ്ങൾ മായ്ച്ചു കളയപ്പെട്ടിട്ടുണ്ട്. അതിന് അഭിഭാഷകർ കൂട്ടുനിന്നു. പ്രതികൾ ഇത്തരത്തിൽ ഗൂഢാലോചന നടത്തി. അതുകൊണ്ട് ആ ഗൂഢാലോചനയാണ്, തെളിവ് നശിപ്പിച്ചു എന്ന ഗൂഢാലോചനയാണ് ഇനി അന്വേഷിക്കേണ്ടത്. അതായിരിക്കും പ്രോസിക്യൂഷൻ മേൽക്കോടതിയിൽ ഉന്നയിക്കുക. ഇവരെ വെറുതെ വിട്ടതിനെതിരെ മേൽക്കോടതിയിൽ അപ്പീൽ സമർപ്പിക്കും. ഹൈക്കോടതിയിൽ ഈ വിധിപ്പകർപ്പ് കിട്ടിയാൽ അപ്പൊ ഈ വിഷയത്തിലൊക്കെ ഇനി ഒരു ഒഫീഷ്യലായിട്ട് നമുക്ക് അറിയണമെങ്കിൽ ഈ വിധിന്യായം വായിക്കേണ്ടി വരുമല്ലേ ഷപ്ന? തീർച്ചയായും. കാരണം എന്തുകൊണ്ട് ഈ ദിലീപിനെ വെറുതെ വിട്ടു എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ആ വിധിപ്പകർപ്പ് വായിക്കേണ്ടി വരും. വലിയ നിരവധി പേജുകളുള്ള വിധിപ്പകർപ്പാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വിധിയിൽ ഇന്നിപ്പോൾ കോടതിയിൽ വിധി പറയുന്നതിന് മുമ്പായി കുറച്ച് കാര്യങ്ങൾ കോടതി സൂചിപ്പിച്ചിരുന്നു. എന്തുകൊണ്ടാണ് ഈ പ്രതികളെ ശിക്ഷിക്കുന്നത് എന്നത് സംബന്ധിച്ച് ഈ ശിക്ഷ വിധിക്കുമ്പോൾ കോടതി പറഞ്ഞിരുന്നത് ഈ കുറ്റകൃത്യം ഈ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയിലും അതോടൊപ്പം തന്നെ സമൂഹത്തെയും ഞെട്ടിച്ചതാണ്. ഇവർക്ക് വലിയ മാനസിക ആഘാതമുണ്ടാക്കുന്ന ഒരു സംഭവമായിരുന്നു ഇത്. അതോടൊപ്പം തന്നെ സമൂഹത്തോടും കുറ്റവാളികളോടും നീതി പുലർത്തുന്ന രീതിയിൽ സന്തുലിതമായിരിക്കണം വിധി പ്രസ്താവം എന്ന് സുപ്രീം കോടതിയുടെ നിർദ്ദേശമുണ്ട്. അത്തരത്തിലുള്ള പരാമർശങ്ങൾ സുപ്രീം കോടതി മുൻപ് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് ജീവപര്യന്തമോ അല്ലെങ്കിൽ വധശിക്ഷയോ അടക്കമുള്ള കഠിനമായ ശിക്ഷയിലേക്ക് കോടതി പോകാത്തത്. പ്രതികളുടെ ജീവിത സാഹചര്യവും പ്രായവും കണക്കിലെടുക്കുന്നു. എല്ലാ പ്രതികൾക്കും 40 വയസ്സിൽ താഴെയാണ് പ്രായം. ഈ പ്രായം കൂടി കണക്കിലെടുത്ത് അല്ലെങ്കിൽ ഇവർ പറഞ്ഞ ജീവിത സാഹചര്യങ്ങൾ, കുടുംബത്തിലെ അവസ്ഥ, അത്തരത്തിലുള്ള കാര്യങ്ങൾ കണക്കിലെടുത്താണ് കോടതി ഈ ശിക്ഷ വിധിച്ചത്. അതോടൊപ്പം തന്നെ പൾസർ സുനി ഒഴികെ മറ്റ് പ്രതികളൊന്നും മുൻപ് ഏതെങ്കിലും തരത്തിൽ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടവരോ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ളവരോ അല്ല എന്നും കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് 20 വർഷം എന്ന ശിക്ഷയിൽ കോടതി എത്തിയിട്ടുള്ളത്. 20 വർഷം തടവാണ് ഈ 6 പ്രതികൾക്കും ശിക്ഷ വിധിച്ചത്. അതോടൊപ്പം തന്നെ ഈ 6 വർഷം തടവ് 20 വർഷം തടവ് എന്ന് പറയുമ്പോൾ ഇവർ ജയിലിൽ കിടന്ന കാലയളവ് കുറച്ച് ഉള്ള കാലഘട്ടം മാത്രമായിരിക്കണം ഇനി അവർക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരിക. അങ്ങനെ ആണെങ്കിൽ ആദ്യം പുറത്തിറങ്ങുക പൾസർ സുനി ആയിരിക്കും. കാരണം 7 വർഷത്തോളം പൾസർ സുനി ഇപ്പോൾ തന്നെ ജയിലിൽ കഴിഞ്ഞു. ഇനി ബാക്കി വരുന്ന 13 വർഷം മാത്രമായിരിക്കും പൾസർ സുനിക്ക് ജയിലിൽ കഴിയേണ്ടി വരിക. എന്നാൽ മറ്റ് പ്രതികൾക്ക് അതിൽ കൂടുതൽ വർഷം കിടക്കേണ്ടി വരും. അവർ 3 വർഷവും ഒരു പ്രതി 5 വർഷവുമൊക്കെയാണ് തടവിൽ കഴിഞ്ഞിട്ടുള്ളത്. അത് കഴിച്ചുള്ള കാലയളവായിരിക്കും ഇനി ജയിലിൽ കഴിയുക.